കരിയറിൽ വീണ്ടും സജീവമാകുകയാണ് നടി മീര ജാസ്മിൻ. മോഹൻലാൽ, തരുൺ മൂർത്തി കൂട്ടുകെട്ട് ഒന്നിക്കുന്ന അടുത്ത ചിത്രത്തിൽ മീരയാണ് നായിക. സിനിമാ ലോകത്ത് എപ്പോഴും ചർച്ചയാകുന്ന നായിക നടിയാണ് മീര ജാസ്മിൻ. നാടകീയമായ മീരയുടെ ജീവിതം മുന്നോട്ട് പോയത്. മീര സിനിമാ രംഗത്തേക്ക് വരുന്നതിൽ പിതാവ് ജോസഫിന് സമ്മതമില്ലായിരുന്നു. പിതാവിന്റെ കടുത്ത എതിർപ്പ് മറികടന്നാണ് മീര സൂത്രക്കാരൻ എന്ന സിനിമയിൽ നായികയായി തുടക്കം കുറിച്ചത്. സിനിമാ ലോകം മീരയ്ക്ക് തീർത്തും പുതിയതായിരുന്നു. എന്നാൽ ആരെയും അമ്പരപ്പിക്കുന്ന തരത്തിൽ മീര കരിയറിൽ വളർന്നു. ഒന്നിനു പിറകെ ഒന്നായ ഹിറ്റുകൾ, എല്ലാത്തിനും ശ്രദ്ധേയമായ വേഷങ്ങൾ, പുരസ്കാരങ്ങളും ഏറെ. മലയാളം കടന്ന് തമിഴ്, തെലുങ്ക് സിനിമകളും മീര വിജയഗാഥ തുടർന്നു. ഇതിനെ വലിയ വിവാദങ്ങളിലും അകപ്പെട്ടു. വ്യക്തിജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ വേറെയും. വിധിയിലും ദൈവനിയോഗത്തിലും ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് മീര ജാസ്മിൻ. പ്രശ്നങ്ങളിൽ മീരയ്ക്ക് പ്രതീക്ഷ നൽകുന്ന ഈ വിശ്വാസമാണ്: ഞാനിപ്പോഴും ഡെസ്റ്റിനിയുടെ ചൈൽഡ് ആണ്. അതിൽ നമ്മുടേതായ തീരുമാനമെടുക്കാൻ പറ്റുന്ന ചെറിയ സ്പേസുകൾ തീരുമാനമെടുക്കും. ആ ഒഴുക്കിൽ കൂടിയാണ് പോകുന്നത്. എൻ്റെ ജീവിതം ഏതൊഴുക്കിൽ കൂടി പോകുന്നു ആ ഒഴുക്കിലൂടെ പോയിക്കൊണ്ടിരിക്കും. ജീവിതത്തിൽ ഒന്നും ശാശ്വതമല്ല. ദൈവം തരുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അത് നന്നായാലും മോശമായാലും എല്ലാം സ്വീകരിക്കാൻ ശ്രമിക്കുന്നു. എല്ലാത്തിനും നന്ദിയുണ്ട്. ഒരു നല്ല റോൾ വരുന്നതും വിധിയല്ലേ. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ നന്നായി ചെയ്യുക എന്നതാണ് എൻ്റെ കയ്യിലുള്ളത് എന്നാണ് മീര ജാസ്മിൻ ഒരിക്കൽ പറഞ്ഞത്. 2010 ശേഷം മീര ജാസ്മിൻ സിനിമാ ലോകത്ത് നിന്ന് ദീർഘകാലം വിട്ടുനിന്ന കാലഘട്ടമുണ്ടായിരുന്നു. എന്താണ് അന്ന് മീരയുടെ ജീവിതത്തിൽ നടന്നതെന്ന് വ്യക്തമല്ല. 2014 മീരയുടെ വിവാഹം. അനിൽ ജോൺ ടിക്സ് എന്ന ബിസിനസ്സുകാരനെയാണ് മീര വിവാഹം ചെയ്തത്. ഈ വിവാഹബന്ധം നിലക്കുന്നുണ്ടോ എന്നും വ്യക്തമല്ല. ഇരുവരെയും ഒരുമിച്ച് കാണാറേയില്ല. സ്വകാര്യ കാര്യങ്ങളെല്ലാം മീര അഭിമുഖങ്ങളിൽ തുറന്ന് സംസാരിക്കാറുമില്ല. ജീവിതത്തിലെ നിരാശ നിറഞ്ഞ നാളുകൾ മീരയ്ക്കുണ്ട് എന്ന് വ്യക്തവുമാണ്. ഈയടുത്ത് മീരയെക്കുറിച്ച് നടി മഞ്ജു പത്രോസ് സംസാരിച്ചിരുന്നു. പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് മീര ഇമോഷണലി വീക്കാണെന്ന്, അവരുടെ കൊണ്ടുപോകാൻ പാടാന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല, അവർ നമ്മുടെ കഥകൾ കേൾക്കും. എന്നെ കുറേ ആശ്വസിപ്പിച്ചു. സാരമില്ല, അതൊക്കെ ശരിയാകും. ഞാൻ ഭയങ്കര പ്രശ്നത്തിലായിട്ടും ഡിപ്രഷനിൽ പോയ ആളാണ്. ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലൊക്കെ മാറ്റി ഇപ്പോൾ ഭയങ്കര സന്തോഷവും സമാധാനമാണെന്ന് മീര എന്നോട് പറഞ്ഞു.